അതെ ചിലപ്പോൾ കൊത്തു, ചിലപ്പോൾ കൊത്തു, തലക്കാൻ മാറ്റ കൊത്തു. അതാ അതിനെല്ലാം നിൽക്കാൻ കഴിയായിരിക്കും. 4 ഉണ്ട്. 2 2 നമ്മളെ ഗടങ്ങിൻ്റെ മേലെ അപ്പോൾ പഠിപ്പുരയില്ലേ ഗേറ്റിൻ്റെ മേലെ ഒന്നതാടാ, പിന്നെ ഒന്ന് കമ്പിമേലും 4 ഉണ്ട്. അതിൻ്റെ മേലെ 2 ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് രാവിലെ തന്നെ ഒരു കാഴ്ച തന്നുണ്ട്. രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോണ്ടടാ മുറ്റത്ത് നല്ലൊരു കാഴ്ച കാണുന്നു. അത് 1 അല്ല 2 അല്ല 3 അല്ല 4 മയിലുകൾ. നല്ല എൻ്റെ ഗടങ്ങിൻ്റെ മേലെല്ലാം ഫുൾ ചെടിയുണ്ടേനു ആ പഠിപ്പുരൻ്റെ മേലെ. അപ്പോൾ അതിൻ്റെ മേലെല്ലാം ഇങ്ങനെ നിരന്ന് നിന്നിട്ടാണ്. കണ്ടപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെ ഞാൻ കണ്ട് വാതിൽ തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് ഏച്ചിയും മോളും തുണി അലക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവരെന്നോട് പറയാമെന്നത് കൊത്തൂലേ, പിന്നെ അവർക്ക് പ്രായമുള്ള ഏച്ചി തന്നെ, ഒരു അമ്മമ്മയാണ്. ഓറ് പറയാൻ 2 ഉള്ളൂ 3 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതാണ് നിങ്ങൾ കേട്ട വോയിസ്. പിന്നെ ഇതിപ്പോൾ നല്ല ഇല്ലല്ലേ കാണാൻ. ഇപ്പോൾ കാടെല്ലാം വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു മയിലുകളെല്ലാം. 1 2 അത്യാവശ്യം ഇങ്ങനെ അപ്പം ഇങ്ങനെയെല്ലാം കാണാനുണ്ട്. പക്ഷേ ഇതിപ്പോൾ 4 ഒരുമിച്ചിട്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ. ഒരു 4-5 വർഷം മുമ്പ് നമ്മളിവിടെ വരുത്തുന്നുണ്ടായിരുന്നു. അത് 5 ഉണ്ടായിരുന്നു. ഇങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് അങ്ങനെ അങ്ങ് പോക്ക് വന്നു. ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നിൽക്കലൊന്നുമില്ല. ഇത് കുറച്ചധികം സമയം തന്നെ ഇവിടെ നിന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അന്നേരം ആ സമയത്ത് എല്ലാവരും പറയല് നമ്മളിവിടെ പയ്യാമ്പല റിസോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് ആരോ വളർത്തുന്നതെന്ന് അങ്ങനെ വരുന്നതാണ്. പക്ഷെ അങ്ങനെ വളർത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് വേറൊരു ദിവസം വന്നതാണ്. ഇപ്പം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ദിവസം അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. കാരണം രാവിലെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കോളും. ഇത് വേറൊരു ദിവസം വന്നതാണ്. ഒരു പൂച്ച ഓടിച്ചതാണ് കേട്ടോ. ഇതിനെ പൂച്ച ഓടിച്ച് അടുക്ക്. ഇത് മറ്റൊരു ദിവസം വന്നതാണ് കേട്ടോ. ഇതിന് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ അന്ന് കണ്ടത്. അപ്പോൾ ജനങ്ങൾക്ക് ഉള്ളിൽ കൂടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒച്ചയാക്കാണ്ട് മെല്ലെ എടുക്കുന്നതാണ്. അതാ ഗ്ലാസിൻ്റെ മേലെ ഉള്ള ഇതിന് 2 കാണാൻ ശരിക്കും എന്തൊരു ഭംഗിയാണെന്നറിയോ? എന്താ ഭംഗി, നല്ല രസം കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും മറ്റേ ആദ്യം കണ്ടതൊന്നും ഇത്ര കളർഫുള്ളായിട്ടുള്ളതല്ല. ശരിക്കും നമ്മളൊരു കോഴീൻ്റെ എല്ലാം അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകത ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇത് രണ്ടും നല്ല ഭംഗിയായിട്ടുള്ള എന്ത് രസമാണെന്നറിയോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഈ നീല പോലത്തതില്ലേ കഴുത്തിന് കുറച്ച് ഡാർക്കായിട്ടുള്ള, അപ്പോൾ അതൊന്ന് പീലി വിടർത്തിയിരുന്നേനു. പക്ഷേ ഗ്ലാസിൻ്റെ ഉള്ളോട്ട് എടുക്കുന്നത് കൊണ്ട്, ജനലിൻ്റെ ഉള്ളോട്ട് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് വേറൊരു ദിവസം വന്ന കാഴ്ച. ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ തലേന്ന ദിവസത്തേത് വന്നിട്ട് ഇത് പുല്ലെല്ലാം ഇങ്ങനെ കൊത്തി തിന്നേന്ന്. ഇതും 4 കൂട്ടത്തോട് വന്നതാണ്. അപ്പോൾ അതിന് ഇതിൽ ഗേറ്റ് നല്ല ഹൈറ്റ് പറക്കുന്നുണ്ട് കേട്ടോ. നല്ല വീടിൻ്റെ മേലയിൽ വരെ പറന്ന് കയറുന്നുണ്ട്. അപ്പോൾ അപ്പുറം കടന്നിട്ടില്ല, ബാക്കിയെല്ലാം അപ്പുറത്തുള്ളത്. അപ്പോൾ ഇതെന്താന്നാ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അങ്ങനെ എല്ലാം കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 2-3 പറന്ന് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്.
പിന്നെ ഒന്നിതാ അപ്പുറത്തേക്ക് പറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ എങ്ങനെയില്ല, ഞാൻ പറയും ചില മനുഷ്യന്മാർക്ക് നല്ല സാമർത്ഥ്യം ധൈര്യം ഉള്ളതുപോലെ ഈ മൃഗങ്ങളിലും ഉണ്ടല്ലേ ഈ ഒന്നിനില്ലേ, ഇതിനെന്താ നമ്മ ഭയങ്കര പേടി. ബാക്കിയുള്ളതെല്ലാം നല്ല ഹൈറ്റ് പറന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താ ചെയ്യുന്നറിയോ, പേടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇതിന് പോവും വേണോ അപ്പുറത്തേക്ക്. പക്ഷേങ്കിൽ ഇതിന് എങ്ങനെ രക്ഷപ്പെടും, എന്താ വഴി എന്നുള്ളത് ഇങ്ങനെ തപ്പി നടക്കുകയെന്ന് കേട്ടാ, പേടിച്ചിട്ടിരിക്കുകയെന്ന്. അങ്ങനെ ഇതിങ്ങനെ കാണുന്നില്ല, പരതി നടക്കുന്നുണ്ട് അതിന് രക്ഷപ്പെടാനുള്ള വഴിക്ക് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബർ ആണെങ്കിൽ പിന്നെ ലൈക്കും കമൻറ്റെല്ലാം ഇടണേ, ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ഇടണേ. പിന്നെ നിങ്ങളെ വീട്ടിലെല്ലാം ഇതേപോലെ മയിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടി അറിയിക്കണേ. ഇതേപോലെ പിന്നെ നാട്ടിലെല്ലാം നിങ്ങളെ നാട്ടിലൊക്കെ വരുന്നുണ്ടോ ഉള്ളത്. പിന്നെ അതെ, ഇതിപ്പോൾ ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയട്ടാ. അങ്ങനെ അതും പറന്ന് അപ്പുറത്തെ ടെറസിൻ്റെ മേലിലേക്ക് കയറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അസ്സലാമു അലൈക്കും.